ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നിങ്ങളെ ഈ സാധനം വെക്കാനുള്ള തിരക്കിലാണ്. ശരി, ശരി, മതി മതി മതി. എൻ്റെ വ്യൂ തകരാറായിപ്പോയെങ്കിൽ വന്ന് ശരിയായിക്കോ. നമ്മുടെ ക്യാബിനറ്റ് യോഗം നാട്ടിലെ പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ പനി വ്യാപിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ നമ്മുടെ നാടൊന്നാകെ ഇറങ്ങി ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും നേതാക്കളും പിന്നെ നാട്ടിലെ സാമൂഹ്യ രംഗത്തുള്ള എല്ലാവരും അങ്ങനെ നാടൊന്നാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനം എല്ലായിടങ്ങളിലും നടക്കുക എന്നതാണ് പ്രധാനം. ഈ മാസം 27, 28, 29 തീയതികളിൽ 3 ദിവസം എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരും കൂടിയുള്ള ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാകും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും 23-ന് ജില്ലാതല യോഗം നടക്കും. 23-ന് തന്നെ 3 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്. അത് സംസ്ഥാന തലത്തിലുള്ള ഒരു യോഗമാണ്. ഈ 3 മണിക്കുള്ള യോഗം ജില്ലാ യോഗവും മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് 23-ന് തന്നെയാണ് നടക്കുക. ഇവിടെ ഏറ്റവും പ്രധാനം പനി തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കൊതുക് പനി വ്യാപിപ്പിക്കുന്ന നിലയാണ്. കൊതുകിന് വളരാൻ ഉള്ള സാഹചര്യം ഇല്ലാതാക്കലാണ് പനി തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. പലയിടങ്ങളിലായി കൊതുകിന് വളരാനുള്ള സാഹചര്യം ഇന്നുണ്ട്. നമ്മുടെ വിവിധ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, പൊതുസ്ഥലങ്ങൾ, അപ്പോൾ വീടുകൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ വീടുകൾക്ക് പുറമെ ഇത്തരം സ്ഥലങ്ങളെല്ലാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അത് കൊതുകിന് വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കണ്ടുകൊണ്ട് അതില്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ പനിബാധിത പ്രദേശങ്ങളെ 2-3 മേഖലകളായി തരംതിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ പനി ബാധിച്ച ചില പ്രദേശങ്ങളുണ്ട്. അത് ഒരു ഹൈ റിസ്ക് മേഖലകളാക്കി എടുക്കാം. പിന്നെ മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക്, ഇങ്ങനെ
3 മേഖലകളായി തരംതിരിച്ചുകൊണ്ട് ഹൈ റിസ്ക് മേഖലയിൽ പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ വിവിധ തരത്തിലുള്ള ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ആരോഗ്യ പരിപാടികളെല്ലാം ഇന്നത്തെ ഘട്ടത്തിൽ പനിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബോധവൽക്കരണ നടപടികൾ വേണം എന്നതിലായിരിക്കണം ഊന്നൽ നൽകുന്നത്. അതിനായി മാധ്യമ മേധാവികളോട് പൊതുവെ പ്രത്യേകമായി അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങളെ പ്രത്യേകമായി അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ഉണ്ടാകണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, വായനശാലകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ, ഇങ്ങനെ എല്ലാവരും ഈ രംഗത്ത് ബോധവൽക്കരണ പ്രക്രിയക്കായി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലെ ജീവനക്കാരും മറ്റു പ്രവർത്തകരും, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ, NSS, NCC, പോലീസ് ക്യാമ്പുകളിലെ സേനാംഗങ്ങൾ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഈ രംഗത്ത് പ്രവർത്തന രംഗത്തായി ഇറങ്ങണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതിൽ ബോധവൽക്കരണത്തിനുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുക, ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി ശുചീകരണ പ്രവർത്തനം നടന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ജനങ്ങൾ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കാനാവണം. ഇതിനായി അതാത് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരും ഇതിന് സജ്ജമാകുന്ന, അതിനവരെ സജ്ജരാക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് സ്വീകരിക്കാൻ കഴിയേണ്ടത്. NCC, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, NSS എന്നൊക്കെ പറയുമ്പോൾ വിദ്യാർത്ഥികളാകെ തന്നെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഇറങ്ങുന്നതും നന്നായിരിക്കും. ഏറ്റവും പ്രധാനം വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശുദ്ധജലത്തിലാണ് ഈ കൊതുകുകൾ പെറ്റുപെരുകുന്നത്. അതാണ് ഡെങ്കിപ്പനിക്ക് ഇടയാക്കുന്ന നില. അപ്പോൾ ഇതിൽ പ്രത്യേക ശ്രദ്ധ എല്ലായിടങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. വലിയ കെട്ടിക്കിടക്കുന്നതിനെ വേണമെന്നില്ല. ഒരു ഇളനീര് കുടിച്ച് ആ തൊണ്ട് വലിച്ചെറിഞ്ഞ് അതിനകത്ത് വെള്ളം നിറഞ്ഞാൽ അത് മതി കൊതുകിന് പെറ്റുപെരുകാൻ. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ടാവും. ചിലയിടത്ത് ടയറായിരിക്കും, ടയറിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞാൽ അത് മതി. ഇവിടെ ചികിത്സക്കാവശ്യമായ നടപടികൾ
അതിന് ഡോക്ടർമാരെ സജ്ജരാക്കലാണ് ഏറ്റവും പ്രധാനം. അതിൽ ഗവൺമെൻറ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ സേവനം ലഭ്യമാകുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെയും ഇതിനോട് അനുബന്ധമായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം ഹൗസ് സർജന്മാർ, PG വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജുകളിൽ, ഇങ്ങനെയുള്ളവരെയും കൂടി ഈ രംഗത്ത് സേവനത്തിനായി ഉപയോഗപ്പെടുത്താൻ പറ്റും. രോഗികളുടെ ബാഹുല്യം ചിലയിടങ്ങളിൽ വളരെ വലുതാണ്. ഒരു വീർപ്പ് മുട്ടുന്ന അവസ്ഥ ചില കേന്ദ്രങ്ങളിലുണ്ട്. അപ്പം അത്തരം കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം വർദ്ധിപ്പിക്കും. അതിലുദ്ദേശിക്കുന്നത് പല ആശുപത്രികളിലും ചില കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന വാർഡുകളോ കെട്ടിടങ്ങളോ ഇതിനു വേണ്ടി തൽക്കാലം തുറക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ശുചീകരിച്ച് ആവശ്യമായ കൊതുകുവലയോടുകൂടി, ഓരോ രോഗിക്കും ഒരു കൊതുകുവല വേണം, കാരണം അതിൽ നിന്ന് വേറെ രോഗം പകരാൻ ഇടവരുന്നത്. അത്തരത്തിലുള്ളൊരു ക്രമീകരണത്തോടെ പുതിയ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിനു പുറമെ കേന്ദ്രങ്ങൾ വേണമെങ്കിൽ അതും ആരംഭിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചില പ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കുകൾ വഴി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് നടപടിയും സ്വീകരിക്കും. അത്തരമൊരു നീക്കം വന്നാൽ ആളുകളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയും. ഇതിൽ ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, ഇതിനൊക്കെ എത്രയാണോ വേണ്ടത് അവരെ നിയമിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ഒന്ന് സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ നോക്കും, മറ്റൊന്ന് പുതുതായി നിയമിക്കേണ്ടതുണ്ടെങ്കിൽ പുതുതായി നിയമിക്കുകയും ചെയ്യും താൽക്കാലികമായിട്ട്. അതോടൊപ്പം രോഗനിർണയത്തിന്, രോഗം കൃത്യമായി നിർണയിച്ചതിന് ശേഷമാണ് ചികിത്സയിലേക്ക് കടക്കുന്നത്. അപ്പം അതിനാവശ്യമായ വിവിധ പരിശോധനകൾ വേണ്ടിവരും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിയാവുന്നത്ര കേന്ദ്രങ്ങളിൽ ഒരുക്കും. അപ്പം ഇതിനെല്ലാം വേണ്ടിവരുന്ന തുക ഈ ഒരു അടിയന്തര സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ അനുവദിക്കും. ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഓരോ ജില്ലക്ക് ഒരു മന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ജില്ലയുടെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കും. തിരുവനന്തപുരം കടകംപള്ളി സുരേന്ദ്രൻ, കൊല്ലം ജെ മേഴ്സിക്കുട്ടിയമ്മ, പത്തനംതിട്ട മാത്യു ടി തോമസ്, ആലപ്പുഴ ജി സുധാകരൻ, കോട്ടയം കെ രാജു, ഇടുക്കി എം മണി, എറണാകുളം ഡോക്ടർ തോമസ് ഐസക്, തൃശ്ശൂർ AC മൊയ്തീൻ, പാലക്കാട് AK ബാലൻ, മലപ്പുറം ഡോക്ടർ KT ജലീൽ, കോഴിക്കോട് KK ശൈലജ ടീച്ചർ, വയനാട് VS സുനിൽകുമാർ, കണ്ണൂർ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കാസർഗോഡ് E ചന്ദ്രശേഖരൻ. ഇങ്ങനെയായിരിക്കും മന്ത്രിമാർ ചുമതല വഹിക്കുക. ഇതോടൊപ്പം തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ MLA മാർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങൾ നടക്കും. തദ്ദേശ സ്വയംഭരണാടിസ്ഥാനത്തിലും യോഗങ്ങൾ നടത്തി ഫലപ്രദമായി പകർച്ചപ്പനി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതോടൊപ്പം കണ്ടിട്ടുള്ളത് ഓരോ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ, ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒരു ഡോക്ടർ, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ്,
ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ 2 ഡോക്ടർ, 2 പാരാമെഡിക്കൽ സ്റ്റാഫ് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമിക്കും. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ നിയമിക്കുന്നതായിരിക്കും. ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങൾ, അതിൽ ആവശ്യമായ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകും. പക്ഷേ ഇപ്പോൾ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവിടണം. അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ആ പണം ഇപ്പോൾ എടുക്കാവുന്നതാണ്. പിന്നീട് ആ പണം റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇന്ന് പനിയുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു ആശങ്ക പൊതുവെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിൽ നാം കാണേണ്ടത് ഇത്തരം നടപടികളിലൂടെ നമുക്ക് പൂർണ്ണമായും പകർച്ചപ്പനി തടയാൻ സാധിക്കും. അപ്പോൾ അത് വലിയ തോതിൽ തന്നെ തടയാൻ കഴിയും. അത്തരമൊരു ആത്മവിശ്വാസം ജനങ്ങളിൽ ഉയരുക എന്നതാണ് പ്രധാനം. അപ്പോൾ ജനങ്ങളിൽ പരിഭ്രാന്തി നിലനിൽക്കേണ്ട ഒരു സാഹചര്യവും ഇന്നില്ല. നല്ല രീതിയിലുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഇത്തരം കാര്യത്തിൽ മാധ്യമങ്ങളും പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ബോധവൽക്കരണത്തിന് നല്ല ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നായിരിക്കും. എന്തൊക്കെയാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നത്. ഇതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ സഹകരിക്കുന്ന നിലയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് കൂട്ടായി ശ്രമിച്ചാൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം നല്ല രീതിയിൽ ഒഴിവാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല സ്ഥലത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് റിപ്പോർട്സിന് പറയുന്നത് ആരോഗ്യ നഗരസഭാ ഹെൽത്തിൻ്റെ ഒരു ഓഫീസുണ്ട്. അതിന് മുമ്പിൽ റിപ്പോർട്സിന് മതിലുകൾ ചേർന്ന് മുഴുവൻ ക്യാർബൺ ഇട്ടിരിക്കുകയാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുക. ഇതിനകത്തൊക്കെ എന്താ ഇത് നിൽക്കാതെ ഈ കൊതുകും അവിടെയൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. അല്ല, ഈ കാര്യത്തിൽ ഇത്തരം മാലിന്യങ്ങൾ എവിടെയൊക്കെ കൂടിക്കിടക്കുന്നുണ്ടോ അതൊക്കെ ഇല്ലാതാക്കുക എന്നതിനാണ് നമ്മൾ എല്ലാവരും കൂടി പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനെല്ലാവരും കൂടി ഇറങ്ങുക, കാര്യങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി നേതൃത്വം കൊടുക്കും. അതിനോടൊപ്പം നാട്ടിലുള്ള എല്ലാവരും സഹകരിച്ച് അതില്ലാതാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുക തന്നെയാണ് ചെയ്യുക. അതല്ല, ഇതിപ്പം കൂടിക്കിടക്കുന്നത് മാറ്റിയിടാൻ വേറൊരു സൗകര്യമില്ലാത്തൊരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പം ഇത് പ്രോസസ് ചെയ്യാനോ ഒന്നിനും സൗകര്യമില്ലാത്തൊരു സാഹചര്യവും ഉണ്ട്. അത് സാധാരണ നിലക്ക് പ്രത്യേകമായ സംവിധാനത്തിലൂടെ പരിഹാരം കാണേണ്ടതായിട്ട് വരും. അതിന് പ്രത്യേക സംവിധാനം ഒരുക്കുന്ന കാര്യവും ആലോചിക്കും. പ്രീ മൺസൂൺ ഡ്രൈവ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് എഫക്റ്റീവായിട്ട് നടന്നോ? അതിനെക്കുറിച്ച് വല്ലതും പരിശോധിച്ചു? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത്തവണ പ്രീ മൺസൂൺ നടപടികൾ സാധാരണഗതിയിൽ സ്വീകരിച്ചത് തന്നെയാണ്. മാത്രമല്ല, നമ്മളെ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനത്തിലൂടെ നല്ല തോതിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണല്ലോ എല്ലായിടങ്ങളിലും ഒരുങ്ങിയത്. എന്നാൽ ഉദ്ദേശിച്ച തരത്തിൽ അങ്ങ് വിജയിച്ചിട്ടില്ല. അതാണ് സംഭവിച്ചത്. അതൊരു വസ്തുതയാണ്. ബ്ലഡ് കിട്ടാനുള്ള പ്രയാസം, അത് മെഡിക്കൽ കോളേജിലായാൽ പോലും ബ്ലഡ് എടുക്കാൻ ലഭിക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഇതിനു വേണ്ടി പ്രത്യേകമായ മോണിറ്ററിംഗ് സെൽ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ മോണിറ്ററിംഗ് സെല്ല്, അതോടൊപ്പം സംസ്ഥാന അടിസ്ഥാനത്തിൽ ആരോഗ്യ സെക്രട്ടറിയുടെയും ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിലുള്ള സെല്ലുകൾ. ഈ DMOയുടെ സെല്ല് കൃത്യമായി വിവരങ്ങൾ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ സെക്രട്ടറിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും സംസ്ഥാനത്താകെയുള്ള വിവരങ്ങൾ
ദിനംപ്രതി തന്നെ ശേഖരിക്കുകയും ചെയ്യും. ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അപ്പം തന്നെ അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ ആശുപത്രികളും ഇത്തരം ഒരു ഘട്ടത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഹകരിക്കേണ്ടതാണ്. അതായത് സാധാരണ നിലക്ക് ഇങ്ങനെ വരുന്ന ആളുകളെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഓരോ ആശുപത്രിയും പ്രത്യേകം ആലോചിക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് പൊതുവിൽ അവരോടൊരു അഭ്യർത്ഥനയായി വെക്കുന്നുമുണ്ട്. അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കാം. ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ക്രമീകരണം വേണമെന്ന് പൊതു അഭിപ്രായം നേരത്തെ ഉള്ളതാണല്ലോ. പക്ഷേ ഇത് പ്രത്യേകം പരിശോധിക്കാം നമുക്ക്. വേറൊരു കാര്യം, ഈ പൊതുവൈപ്പിലൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം അതിനകത്ത് സീഎം പറഞ്ഞില്ല എന്താ അതിനകത്ത് ആ സമരം അവിടെ പോലീസ് അതിക്രമമുണ്ടെന്ന് ആക്ഷേപമുണ്ട്, സമരത്തിൽ നുഴഞ്ഞു കയറുന്ന ആക്ഷേപമുണ്ട്. ഇങ്ങനെയുള്ള കാര്യം അതിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച കഴിഞ്ഞതിന് ശേഷമല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അഡ്വാൻസ് ആയിട്ട് പറയുന്നത് അങ്ങേയറ്റം ഭംഗികേടാവില്ലേ? BJP പറയുന്നു അതിനകത്ത് തീവ്രവാദി സ്വഭാവം ഉണ്ടെന്നും നുഴഞ്ഞുകയറ്റമുണ്ടെന്നൊക്കെ BJP പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ വാർത്തകളും ഉണ്ടായിരുന്നു. അത് ടെറർ മൊഡ്യൂളെന്നാണ്. നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കമന്റിലേക്ക് കടക്കുന്നത് അഭംഗിയാണ്. അതാണ് പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സുരക്ഷ അല്ല, ക്ലിഫ് ഹൗസ് മാത്രമല്ല, ഇവിടെ ക്ലിഫ് ഹൗസിനകത്തല്ല, ക്ലിഫ് ഹൗസിന് പുറകിൽ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. മറ്റു കാര്യങ്ങളും പരിശോധിക്കാം കൂട്ടത്തിൽ. ഇതിൽ ഉണ്ടായിരുന്നു അന്ന് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേക പ്രശ്നമുണ്ട് എന്നുള്ളത്. അവരന്ന് പുറത്തു വിടാതിരുന്നതാണ് ഒരു വലിയ പ്രശ്നത്തിലുണ്ടായിരുന്നു. അത് ശരിയാണ്. അല്ല, അവരോട് മറുപടിക്ക് ചോദിച്ചിട്ടില്ലല്ലോ, അവരെ അറിയിച്ചതല്ലേ ഉള്ളൂ. മറുപടി അത് പറയാം. ഉചിതമായ സമയത്ത് നിങ്ങളെ അറിയിക്കാം. നിങ്ങള് കൊച്ചി മെട്രോ അവധി കഴിഞ്ഞത് ജേക്കബ് തോമസിന് അപ്രധാനമായ ഒരു തസ്തികയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അത് സെൻകുമാർ വിരമിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ വരാൻ സാധ്യതയുണ്ടോ? അല്ല, പ്രവചനം വേണ്ട. നമ്മൾ ഇതിലെ ഇപ്പൊ ദിവസം വരുമല്ലോ. അതൊക്കെ നിങ്ങൾ വേണ്ടത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും കൂടി അതിന് കക്ഷി ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയേണ്ടപ്പോ പറയാ, ഇപ്പൊ പറയുന്നില്ല. വേറൊരു കാര്യം, NDA അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായം കേരള ചീഫ് മിനിസ്റ്റർ നിലയ്ക്ക്? പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവരുടെ പാർട്ടി തീരുമാനിച്ച് കൊടുക്കുന്നതാണല്ലോ. അത് പ്രധാനമായും അങ്ങനൊരു സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നതിന് ഇടയായിട്ടുള്ളത് മറ്റു പരിഗണനകളല്ല. അവരുടെ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ നേതാവായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ആ പരിഗണനയാണ് പ്രധാനമായും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് BJPയെ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അത് രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്ന നിലയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അതിലപ്പുറം ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. അല്ല, അതൊക്കെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ചയുടെ ഫലമായിട്ട് വരേണ്ട കാര്യമാണ്. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് അധികം താമസിയാതെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് അങ്ങയുടെ സമീപനം എന്തായിരുന്നു? ഏത് ഒരു വ്യക്തി, രാംനാഥ് കോവിന്ദ് എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അല്ല, നമുക്കാർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാമോ വ്യക്തി എന്നുള്ളത്? ഈ പറഞ്ഞതിനപ്പുറം എങ്ങനെയാണ് പറയാൻ പറ്റുക?
അപ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളെടുത്ത് പറയാനുള്ളത്, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഒരു കാര്യവും വേറെ പറഞ്ഞില്ല എന്ന് പറയണ്ട, അതുകൊണ്ട് പറയുകയാണ്. അതിൽ നമ്മുടെ ഹയർ സെക്കൻഡറി തലത്തിൽ 46 പ്രിൻസിപ്പൽ തസ്തിക, സ്കൂൾ ടീച്ചർ 232 തസ്തിക, ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ 269, 269. അതെ അതെ. അപ്ഗ്രഡേഷൻ 113, ലേബ് അസിസ്റ്റന്റ് 47. അങ്ങനെ 707 പുതിയ തസ്തികകൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓ, ഹയർ സെക്കൻഡറി തലത്തിലുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ അല്ല, അത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നോക്കാം. അതിന്റെ സമയത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അല്ലെ, പറഞ്ഞല്ലോ, ഫണ്ട് ആവശ്യമായ ഫണ്ട് മുഴുവൻ അനുവദിക്കും. പിന്നെ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് അവർക്ക് ചെലവഴിക്കാം, പിന്നീടത് അവർക്ക് തിരിച്ചു നൽകും. ശരി ശരി ശരി.